പേര് പോലെ തന്നെ ഉരുളിയിൽ പോരുന്ന ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് നമ്മളെ ഉരുളി പോർന്നേ. തലേന്ന് വെള്ളരിയും പച്ചരിയും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് പച്ചവെള്ളത്തിൽ കുതിർത്ത് പിറ്റേന്ന് കഴുകി ഒരു നുള്ളു ഉപ്പും കുറച്ചധികം തേങ്ങയും ചേർത്തിട്ട് അരക്കണം. നല്ലോണം മതിയണമെന്നില്ല, ദോശയുടെ കൺസിസ്റ്റൻസി മതിയാവും, എന്നാൽ അധികം വെള്ളമാവരുത്. കരിയാമ്പിലയും നീരുള്ളിയും പച്ചപ്പറങ്ങളും വേണേൽ ജീരകം ചേർത്താൽ മാവ് റെഡി. ഉരുളി ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ കാഞ്ഞാൽ ഈ മാവ് ഒഴിച്ചു കൊടുത്ത് പരത്തി അടച്ചു വെക്കുക. ഒരു മീഡിയം തീ മതി. അധികം കത്തിയാൽ ഉരുളി പോർന്ന് മൊരിയുന്നതിന് പകരം കരിഞ്ഞു പോകും. അങ്ങനെ നല്ല പാങ്ങിൽ മൊരിഞ്ഞു എന്ന് തോന്നുമ്പോൾ മറിച്ചിടണം. പിന്നെ ക്ഷമയോടെ കാത്തിരിക്കണം. വേണമെങ്കിൽ ആ സമയത്ത് പോയിട്ട് മിറ്റം അടിക്കാം, പക്ഷേ പോകുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാവണം. അങ്ങനെ കുറച്ച് മൊരിഞ്ഞാൽ വാങ്ങി വെച്ച് ചൂടോടെ തിന്നാം. എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഉരുളിപ്പോർന്ന്. ഉരുളിപ്പോർന്ന് ചൂടോടെ തിന്നണം, അപ്പോഴാണ് ആ ടേസ്റ്റ് പാങ്ങിൽ കിട്ടൽ. പിന്നെ മുന്നത്തെ ഒറോട്ടി വീഡിയോയിൽ വന്ന വേറൊരു കമൻ്റ് ആയിരുന്നു, കാസർഗോഡുകാർക്ക് ഫുഡാക്കാൻ അറിയില്ല എന്ന്. കാസർഗോഡത്തെ ഏതേലും ഒരു കൂറ ഹോട്ടലിന് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് വാങ്ങില്ല എന്ന് ജനറലൈസ് ചെയ്യരുത്. ഒരു കാസർഗോഡുകാരൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ വിളമ്പുന്നത് സ്നേഹമാണെന്ന്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.